നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എക്സസൈസ് 8.2-ലെ 11th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. പ്രൂവ് ദാറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n ഈസ് ട്വൈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n മൈനസ് 1. അതായത് രണ്ട് എക്സ്പാൻഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n. അടുത്ത എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n മൈനസ് 1. ഇതാണ് രണ്ട് എക്സ്പാൻഷൻ. ഈ രണ്ട് എക്സ്പാൻഷനിലും എക്സ് റേസ് ടു എൻ എന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേം, ഇതിലെ ടേം ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് എക്സ്പാൻഷൻ്റെ ടേം എക്സ് റേസ് ടു എൻ, രണ്ടിൻ്റെയും എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് രണ്ട് എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വിചാരിച്ചു. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റത്തേൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n എന്ന് പറയുന്ന എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അടുത്ത ടേമിൻ്റെ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റെ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. ട്വൈസ്, 2 മടങ്ങാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണെങ്കിൽ അടുത്തതിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 × 3 എന്ന് പറയാം. 2 മടങ്ങാന്ന് പറഞ്ഞാൽ ട്വൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 × 3 എന്ന് പറയുന്നത് 6 വരും. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n. ഇതിനകത്ത് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേം ഒക്കർ ചെയ്യണത് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എഴുതുവാണ് എക്സ് റേസ് ടു എൻ ഒക്കർ ഇൻ r+1th ടേം. r+1th ടേമിലാണ് എക്സ് റേസ് ടു n ഒക്കർ ചെയ്യണമെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? TR+1 ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ എന്താ? TR+1 ഈക്വൽ ടു ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, NCR ഇൻറ്റു A റേസ് ടു n മൈനസ് R ഇൻറ്റു B റേസ് ടു R. ദെൻ TR+1 ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് എക്സ്പാൻഷനിലെ എന്നിൻ്റെ സ്ഥാനത്ത് 2n ആണ്. അപ്പോൾ 2n CR, ഞാൻ R അങ്ങനെ തന്നെ എഴുതുവാണേ. R A റേസ് ടു, A എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 1 റേസ് ടു എനിത്തിങ് ഈസ് 1, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇൻ്റെ ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ്, എക്സ് റേസ് ടു R. ഇനി നമുക്കറിയാം ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് വരേണ്ടത് എക്സ് റേസ് ടു, ഇവിടെ നോക്കുക, എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആറിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യേണ്ട വരും? R ഈക്വൽ ടു n കൊടുക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു 2n C. ആറിൻ്റെ സ്ഥാനത്ത് n കൊടുത്തു, എക്സ് റേസ് ടു n. അപ്പം നമുക്ക് ഫസ്റ്റ് എക്സ്പാൻഷനിലെ എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി, 2n CN കിട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ 2n CNൻ്റെ വാല്യൂ നമുക്കറിയാം. NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2n CN ആണ്. അപ്പോൾ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n എന്ന് പറയുമ്പോൾ n, അപ്പോൾ n ഫാക്ടോറിയൽ വീണ്ടും വരും. ഇനി ഇതിന് ഞാൻ എടുത്തെഴുതുവാണ്, which is equal to 2n factorial divided by n factorial into n factorial. ഓക്കെ, അപ്പം നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2n ഫാക്ടോറിയലിനെ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? 2n ഫാക്ടോറിയലിനെ ഞാൻ 2n ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാറുണ്ട്. അതായത് n ഫാക്ടോറിയലിനെ നമ്മൾ എങ്ങനെ എഴുതണേ? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. അതുപോലെ തന്നെ 2n ഫാക്ടോറിയലിൽ ഞാൻ 2n ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, ഇനി അപ്പം ഞാൻ എഴുതുവാണ് വിച്ച് ഈസ് ഈക്വൽ ടു 2n നമ്മൾ എങ്ങനെ എഴുതി? 2n ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ, ഇനി അടുത്തത് n ഫാക്ടോറിയൽ
ഇൻറ്റു എൻ ഫാക്ടോറിയലാണ്. വീണ്ടും രണ്ടാമത്തെ എൻ ഫാക്ടോറിയലിന് ഞാൻ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതി. നമുക്ക് ഈ എന്നും കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റിയത്. രണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എൻ വന്നിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടുന്നത് 2 ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പം ഞാൻ ഈ 2 ഞാൻ പുറത്തെടുക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സ്പാൻഷനകത്ത് എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് കിട്ടി 2 ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സ്പാൻഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ടേമിലും നമ്മൾ എഴുതുന്നത് എക്സ് റേസ് ടു എൻ എവിടെ ഒക്കർ ചെയ്യുന്നു എന്നാൽ എക്സ് റേസ് ടു എൻ ഒക്കർ ഇൻ ആർ പ്ലസ് 1th ടേം. ആർ പ്ലസ് 1th ടേമിലാണ് എക്സ് റേസ് ടു എൻ ഒക്കർ ചെയ്യുന്നതെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടി ആർ പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം, എൻ സി ആർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ എക്സ്പാൻഷനിൽ എൻ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൽ ടു 2n മൈനസ് 1 ആണ്, എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു എക്സ് ആണ്. അപ്പം നമുക്കിത് ഇക്വേഷനിൽ കൊടുക്കാം. ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരും 2n മൈനസ് 1 സി, ആറിന് ഞാൻ ആറിന് തന്നെ കൊടുക്കുവാണ്. ഇനി അടുത്ത 1 റേസ് ടു എൻ മൈനസ് ആർ എന്ന് പറയുന്നത് 1 തന്നെയാണ്, ഇൻറ്റു ബി റേസ് ടു ബി എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് റേസ് ടു ആറ്. നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ആർ ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുക എൻ എന്ന് കൊടുക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2n മൈനസ് 1 സി എൻ എക്സ് റേസ് ടു ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എൻ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സ്പാൻഷനിൽ എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി 2n മൈനസ് 1 സി എൻ. അപ്പോൾ നമുക്ക് ഈ 2n മൈനസ് 1 സി എൻ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം കണ്ടുപിടിച്ച പോലെ തന്നെ 2n മൈനസ് 1 സി എൻ. ഇതിനെ നമ്മളിങ്ങനെ എഴുതും 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് 1 മൈനസ് n ഫാക്ടോറിയൽ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n എന്ന് പറയുമ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് ഇനി ഇത് ഇക്വേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് എക്സ്പാൻഷനിൽ എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് റേസ് ടു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് സെക്കൻഡ് കിട്ടിയിരിക്കുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ ടോയ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. 2 റേസ് ടു 2 ഇൻറ്റു 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ്. എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതാണ്. നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കാണുമ്പോൾ അറിയാം ഇത് രണ്ടും ഒരേ
കോഎഫിഷ്യൻ്റ് ആണ്. ഇതിനകത്ത് ഒരു 2 മൾട്ടിപ്ലൈ എഴുതേണ്ട, അതായത് ട്വൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തേൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയാണ്. അതായത് തിരിച്ച് പറയാം, നമുക്ക് ഫസ്റ്റത്തേൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ കോഎഫിഷ്യൻ്റെ ട്വൈസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2ലെ 12th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് എ പോസിറ്റീവ് വാല്യൂ ഓഫ് എം ഫോർ വിച്ച് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇൻ ദ എക്സ്പാൻഷൻ 1 + x ഓൾ റേസ് ടു എം ഈസ് 6. അതായത് ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 + x ഓൾ റേസ് ടു എം എന്ന് പറയുന്ന ഒരു ബൈനോമിയൽ എക്സ്പാൻഷനകത്ത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഒക്കർ ചെയ്യുന്ന ടേം r+1th ടേം ആണെന്ന് എടുക്കണം. കാരണം എക്സ് സ്ക്വയർ എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുവാണ് എക്സ് സ്ക്വയർ ഒക്കർ ഇൻ r+1th ടേം. നമുക്കറിയാം r+1th ടേമിൻ്റെ ഇക്വേഷൻ TR+1 = NCR × a⁻n−r × b⁻r. therefore TR+1 = എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് m ആണ്. MCR എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1 ആണ്. 1 * anything is 1 ആണ്, അതുകൊണ്ട് എഴുതുന്നില്ല. ബിയുടെ സ്ഥാനത്ത് x ആണ്. x⁻r എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 ആണ് വേണ്ടത്. അപ്പോൾ r = 2 എന്ന് കൊടുക്കുകയാണ്. MC2 x⁻². ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് MC2 ആണ്. ഈ MC2 എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ MC2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് MC2 എന്ന് പറയുന്നത്. അപ്പോൾ MC2 എന്ന് പറയുന്നത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MC2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. MC2 = m factorial divided by 2 factorial into m-2 factorial എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ m ഫാക്ടോറിയലിനെ തന്നെ ഞാൻ m × m-1 ഇൻറ്റു വീണ്ടും m-2 ഫാക്ടോറിയൽ എന്ന് എഴുതുവാണ്. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു m-2 ഫാക്ടോറിയൽ. ഇത് എഴുതിയത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. n ഫാക്ടോറിയലിന് നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? n × n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാറുണ്ട്. അതല്ലെങ്കിൽ n × n-1 ഇൻറ്റു n-2 ഇങ്ങനെയും എഴുതാറുണ്ടല്ലോ. 2 ഫാക്ടോറിയൽ എന്നും കൂടി എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ m ഫാക്ടോറിയൽ ഞാൻ m × m-1 ഇൻറ്റു m-2 ഫാക്ടോറിയൽ. കാരണം m-2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും m-2 ഇൻറ്റു m-3 ഇൻറ്റു എക്സെട്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ m-2 ഫാക്ടോറിയൽ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ m ഫാക്ടോറിയലിനെ m × m-1 ഇൻറ്റു m-2 ഫാക്ടോറിയൽ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാം. MC2 എന്ന് പറയുന്നത് m × m-1 ഇൻറ്റു m-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു m-2 ഫാക്ടോറിയൽ. നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇൻറ്റു x2 കൂടി ഉണ്ട്, ഇൻറ്റു x⁻². ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഉണ്ട്. m × m-1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 ആണ്. 1 × 2 എന്ന് പറയുന്നത് 2 ആണ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഇതാണ്, m × m-1 ഡിവൈഡഡ് ബൈ 2 ആണ് കോഎഫിഷ്യൻ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ക്രോസ് ചെയ്യാം. m × m-1 = 6 × 2 എന്ന് പറയുമ്പോൾ 12 വരും. ദെൻ m ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m² - m = 12. ഇനി m² - m
12 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -12 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 0. നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡും പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a, ആ എക്സ്പാൻഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ m² - m -12 ഈക്വൽ ടു 0. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് -1 ആണ്. a ഈക്വൽ ടു 1, b ഈക്വൽ ടു -1, c ഈക്വൽ ടു -12. നമുക്ക് കൊടുക്കാം -1 ± √b² എന്ന് പറയുന്നത് -1² അതായത് 1 വരും. -4 ഇൻറ്റു a എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് -12 ആണ്. -12 ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, +1 ± √b². 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇനി 4 ഇൻറ്റു 12 നോക്കണം. 4 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 48 വരും. 48 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2, which is equal to 1 ± √49 ഡിവൈഡഡ് ബൈ 2, which is equal to 1 ± 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. 7 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ മീനിങ് നമുക്കറിയാം 1 + 7/2 ഓർ 1 - 7/2. 1 + 7/2 എന്ന് പറയുമ്പോൾ 1 + 7 എന്ന് പറയുന്നത് 8, 8/2 എന്ന് പറയുന്നത് 4, ഓർ അതല്ലെങ്കിൽ നമുക്ക് ആൻസർ 1 - 7 എന്ന് പറയുന്നത് -6, -6/2 എന്ന് പറയുന്നത് -3. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൻസർ പോസിറ്റീവ് ആയിരിക്കണം. എമ്മിൻ്റെ വാല്യൂ എടുക്കുന്നത് പോസിറ്റീവ് വാല്യൂ ഓഫ് m എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതാ എടുക്കാൻ പറ്റുള്ളൂ? m = 4. therefore m = 4. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.